കൊണ്ടവർ മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം. പുരുഷന്മാരും മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ പള്ളിയത്തെ ഖത്തീബോ അല്ലെങ്കിൽ പള്ളിയത്തെ വലിയ ഷേഖോ അല്ലെങ്കിൽ അവരുടെ റേഞ്ചിന്റെ ആളുകളോ സമസ്തന്റെ വലിയ ആളുകളോ ആരെങ്കിലും നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അങ്ങനെയും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അത് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ മക്കളെ മയ്യത്ത് നിസ്കാരം പഠിപ്പിക്കണം. അവരെ ദീനിന്റെ വിവരമുള്ളവരാക്കി മാറ്റണം. ബാപ്പ മരിച്ച മക്കൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം. മക്കൾ മരിച്ച ബാപ്പ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ ചര്യ. അതാണ് നാം ചെയ്യേണ്ടത് എന്ന് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കുക. ഇനി മയ്യത്ത് നമസ്കാരവും കഴിഞ്ഞ് അന്ത്യയാത്രയ്ക്ക് വേണ്ടി ആദ്യത്തെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി നാം ഖബറാകുന്ന ആദ്യ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യ വീട്ടിലേക്ക്, ആ ഖബറാകുന്ന വീട്ടിലേക്ക് തീർച്ചയായും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ആ മരണത്തിന് ശേഷം ഖബറിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർ അവിടെ മറക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. പിന്നീട് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ആ വീടിന്റെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടവരാ നമ്മള്. ആ ആഘോഷത്തിൽ നിന്ന് ഒരാൾ ഒഴിവാവുകയില്ല. എല്ലാവരും ആ ഖബറാകുന്ന ഭീകരമായ ആ വീട്ടിൽ അതിന്റെ ഫസ്റ്റ് നൈറ്റ്, ആദ്യ ദിനം അത് കൊണ്ടാടേണ്ടവരാണ്. അവിടെ ഒരു പക്ഷേ സന്തോഷകരമാകാം, അല്ലെങ്കിൽ അവിടെ ദുരിതമാകാം. അൽ ഖബറുലതും മിൻ റിയാദിൽ ജന്ന ഔ ഉഫറതും മിൻ നുഫ്രിൻ നിറാൻ. സദാ ഖബർ ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പുകളിൽ നിന്നൊരു തോപ്പാട്, അല്ലെങ്കിൽ ഖബർ നരകത്തിന്റെ കുഴിയിൽ നിന്നുള്ള ഭീകരമായ ഒരു കുഴിയാണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബർ പരലോകത്തേക്കുള്ള വീടുകളിൽ നിന്നുള്ള ആദ്യത്തെ വീടാ. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻ. ആ ഖബറിൽ നിനക്ക് രക്ഷപ്പെട്ടാൽ, ആ ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ എന്റെ റബ്ബന്റെ നാഥന. ആരാണ് എന്റെ ഹബീബ് എന്ന് ചോദിക്കുമ്പോ എന്റെ ഹബീബ് എന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണെന്ന് മറുപടി പറയാൻ കഴിഞ്ഞാൽ, എന്റെ ദീനാര ഏതാണെന്ന് ചോദിക്കുമ്പോ എന്റെ ദീന് പരിശുദ്ധ ഇസ്ലാമാണെന്ന് മറുപടി പറയാൻ കഴിഞ്ഞാൽ, നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ ഇമാം ഖുർആനാണെന്ന് മറുപടി പറയാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടു. ഇവിടുന്ന് എന്റെ ഇമാം ഷാഫിയ, എന്റെ ഇമാം ഹനഫിയ, എന്റെ ഇമാം മാലിക, എന്റെ ഇമാം മറ്റു പലരുമായി എന്ന് പറഞ്ഞിട്ട് മരിച്ച് പ്രിയപ്പെട്ടവരെ ആരുടെയായുള്ള ഖബറിന്റെ കാമുകരായി കൊണ്ടുവച്ച് തിരിയാനും മറിയാനും കഴിയാത്ത ഖബറിന്റെ മുകളിൽ അതാ ഒരാൾ ഇരുന്ന് കൊണ്ട് പറയുകയാ, മലാകമാര് വരും. ആരാണ് ഇമാമെന്ന് ചോദിക്കുമ്പോ ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത് നിന്റെ ഇമാം ഷാഫി എന്നാണ്, ഇമാം ഹനഫി എന്നാണ്. ഇവിടെ ആ മറുപടി പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പറയണേ മോനെ, ആരാണ് നിന്നോട് ഇമാമെന്ന് ചോദിച്ചാ അവിടെ ഷാഫി എന്ന് പറയാതെ, ഹനഫി എന്ന് പറയാതെ, വൽ ഖുർആനു ഇമാമി, വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണെന്ന് മറുപടി പറയണമെന്ന് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞു തന്നു എന്നത് കൊണ്ട് മാത്രം നാളെ ഖബറിൽ മുൻകർ നക്കീറിനോട് മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് മറുപടി പറയാൻ കഴിയണോ? ആ ഖുർആനെ നെഞ്ചിലേറ്റണം. ആ ഖുർആനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ആ ഖുർആനിലുള്ളത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. ആ ഖുർആനിൽ എവിടെയും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയില്ല, അല്ലാഹു അല്ലാത്തവരോടുള്ള നേർച്ചയില്ല. ഇന്ന് തേടുകയാണ് സമുദായം അല്ലാഹു അല്ലാത്തവരോട്, അല്ലാഹുവിന്റെ ഹബീബിനോട് പോലും തേടുന്ന ഒരു അവസ്ഥ. അങ്ങനെ വിശുദ്ധമായ ഖുർആനിനെ ഇമാമാക്കി മാറ്റിയാൽ ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നീട് മുഴുവനും എളുപ്പമാ. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു വശദ്ദ മിൻഹു. ആ ഖബറിലെ ആദ്യ രാത്രിയിൽ എങ്ങാനും അങ്ങ് പരാജയപ്പെട്ടു പോയാൽ പിന്നീട് രക്ഷയില്ല, പിന്നീട് പരാജയമാണ്, പിന്നീട് വേദനകളാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതായിരു കണ്ണിൽ നിന്നുടൻ തന്നെ
മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് നരകത്തെ കുറിച്ച് പറയുമ്പോഴും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പൊട്ടിക്കരയുന്നത് സ്വഹാബത്ത് കണ്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഖബർ കണ്ടാൽ മഹാനായ ഉസ്മാൻ തങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, അല്ല ഉസ്മാൻ തങ്ങളെ, അല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഖബർ കാണുമ്പോൾ കരയുന്നത്? മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആ ഖബറിൽ രക്ഷപ്പെട്ടു, അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും എളുപ്പമാ. ഈ പാവപ്പെട്ട ഉസ്മാൻ ആ ഖബറിൽ കൊണ്ടുപോയി വെച്ച എന്റെ അവസ്ഥ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് നേതാവായ സയ്യിദുന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ച ഉസ്മാൻ അങ്ങ് ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ അങ്ങ് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാനായ ഉസ്മാൻ തങ്ങൾ പോലും ഖബർ കണ്ടാൽ കരഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖബറിൽ നമുക്ക് ഉണർത്തണം. അൽ ഖബറു മംലൂഅത്തുൻ ലിൽമത്ത്, അത് ഇരുട്ടാണ് ഖബർ എന്നും ഖബർ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതാ അനബൈത്തുട്ടോ, ഞാൻ പുഴുക്കളുടെ താവളമാണ്. ഇവിടെ അനബൈത്തുൽ വഹ്ദ, ഏകാന്തതയുടെ തടവുകാരനാണ്. ഇവിടെ സഹായത്തിന് ഒരാളും ഉണ്ടാവുകയില്ല. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, കണ്ടാലുടൻ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾ കൊടി ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂഷിഷ്ടമില്ല തള്ളലാണത് കൊണ്ട്. അവിടെ ചിതലും പുഴുക്കളും അതേ പ്രകാരം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാ. അൽ ഖബറു മംലൂഅത്തുൻ ളിൽമത്തുൻ, ഏറ്റവും ശക്തമായ ഇരുട്ടാണത്. ഇന്നൽ ഖബറല്ലാത്ത, ഇന്നൽ ഖബറല്ലാത്ത, ഏതൊരു മനുഷ്യനെയും ആ ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ച ആ ഖബറിന്റെ പ്രകൃതമാണ്, ഖബറിന്റെ പ്രകൃതയാണത്. അതൊരു ഇടുക്കമുണ്ട്. ആരെയും, ഏത് വിശ്വാസികളായ ആളുകളാണെങ്കിലും അവിശ്വാസികളായ ആളുകളാണെങ്കിലും ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിനൊരു ഇടുക്കമുണ്ട് എന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് കഴിയണം. അവിടെ ഒരിക്കലും പരാജയപ്പെടരുത്. ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞാൽ അവിടെ രക്ഷയുണ്ട്. ഫയുനാദി മുനാദി ഫിസ്സമായി ഇന്ന സ്വദക അബ്ദി, അതാ ആകാശത്തിൽ നിന്ന്, ആകാശലോകത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെടുകയാണ്. ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ അങ്ങ് കൊടുക്കുമ്പോ ഇന്ന സ്വദക അബ്ദി, എന്റെ അടിമ സത്യമാ പറഞ്ഞത്, എന്റെ അടിമ സത്യമാ പറഞ്ഞത്, അതുകൊണ്ട് ഫഫുർഷൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവന് കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടങ്ങൾ, വസ്ത്രങ്ങൾ അവന് കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് ആകാശലോകത്തിൽ നിന്ന് വിളിയാളമുണ്ടാകും. മാലാഖമാര് വിശ്വാസിയോട് ചോദ്യങ്ങൾക്ക് ആ പരീക്ഷയിൽ അവിടെ വിജയിച്ചാൽ, പരീക്ഷയിൽ കൃത്യമായ മാർക്ക് നേടിക്കഴിഞ്ഞാൽ അതാ മാലാഖമാര്, മലക്കുകൾ പറയുകയാക്കാൻ മണവാളൻ അവന്റെ ആദ്യ രാത്രിയിൽ എത്രമാത്രം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയാണോ കിടന്നുറങ്ങുന്നത്, ആഘോഷിക്കുക, സന്തോഷിക്കുക, നീ ആഹ്ലാദിച്ചോളൂ എന്ന് അവനോട് പറയപ്പെടും. അവന്റെ ഖബറിനെ അവിടെ വിശാലമാക്കപ്പെടും. അതെ, അവന്റെ കണ്ണ് നോക്കത്താ ദൂരത്തോളം അവന്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളും വിശാലതകളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആ ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും, വർഷിച്ചുകൊണ്ടിരിക്കും. അത് അവസാന നാൾ വരെയും തുടരുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷേ ആ ആദ്യ രാത്രിയിലെ പരീക്ഷയിൽ, ആ ഖബറാകുന്ന കോരിരുട്ടിലെ പരീക്ഷയിൽ പ്രിയപ്പെട്ടവരെ പരാജയപ്പെട്ടു പോയ ആരാ റബ്ബെന്ന് ചോദിക്കുമ്പോ, ആരാ നബി എന്ന് ചോദിക്കുമ്പോ, ഏതാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോ അവിടെ നമുക്ക് മറുപടി പറയാൻ കഴിയാതെ ലാദിരി ലാദിരി, എനിക്കറിയില്ല, ഞാനൊന്നും പഠിച്ചില്ല, ഞാനൊന്നും മനസ്സിലാക്കിയില്ല, പലതും കേട്ടിരുന്നു, ആയത്താണ് ഹദീസാണെന്ന് കേട്ടു, പക്ഷേ അത് പറഞ്ഞ പ്രസ്ഥാനം അവരെ നോക്കിയിട്ട് അത് സത്യമല്ലെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട്
എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ മലക്കുകൾ പറയുന്നതാണ് ലാ ദറൈത വലാ തലൈത, എന്തേ നീ ഒന്നും പഠിച്ചില്ലേ, ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് അവരുടെ കയ്യിലുള്ള ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട് അവരെ സൂക്ഷിക്കുമെന്ന് മാത്രമല്ല സ്വർഗത്ത് ആകാശലോകത്ത് നിന്ന് വിളിയാളം വരികയാണ്, എന്റെ അടിമ കളവാ പറഞ്ഞത്, അവന്റെ ചോദ്യം തെറ്റാണ്, അവരൊരിക്കലും മാർക്കില്ല. അതുകൊണ്ട് അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ കൊടുക്കുക, അതുപോലെ നരകത്തിൽ നിന്നുള്ള വസ്ത്രം കൊടുക്കുക, അതുപോലെ അവന് നരകത്തിലേക്കുള്ള കവാടങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് അല്ലാഹു തആല വിളിച്ചു പറയും. മാത്രമല്ല ഖബറങ്ങ് ഇടുങ്ങുകയാണ്. അവിടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാതെ വിലപിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വന്നാൽ, ശിർക്ക് ചെയ്യുന്നവരായി മാറിയാൽ, ബിദ്അത്ത് ചെയ്യുന്നവരായി പുത്തൻവാദികളായി നാം മാറിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പിന്നാലെ നാം പോകുന്നവരായി മാറിയാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ ലാ അതിരി എനിക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ടുന്ന ആ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഖബറങ്ങ് ഇടുങ്ങുകയാണ്. ഇടുങ്ങിയ അവസാനം അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കുന്ന വിധത്തിൽ ആ മനുഷ്യനെ ഖബർ ഞെരുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഖബറാകുന്ന വീട്ടിലേക്ക് നാം അവസാനമായി അങ്ങോട്ട് വെക്കുന്ന സമയത്ത് പല ആളുകളും നമുക്ക് കാണാൻ കഴിയും. 3 പിടി മണ്ണ് വാരിയിടും. അത് സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പഠിപ്പിച്ച 3 പിടി മണ്ണ് വാരിയിടും. പക്ഷെ മണ്ണ് വാരി ഇടുന്ന സമയത്ത് ചില ആളുകൾ ഓതാറുള്ളത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ഓരോ പിടി മണ്ണ് വാരി ഇടുമ്പോഴും ഈ ആയത്തിന്റെ ഓരോ കഷ്ടങ്ങൾ ഇങ്ങനെ വാരിയിട്ടാണ്. മിൻഹാ ഖലഖനാകും ഒരു പിടി എവിടുന്ന് കിട്ടിയതാ ഈ കൂട്ടർക്ക്? അത് അറിഞ്ഞൂടാ. അപ്പൊ ചോദിച്ചോ, ഏത് ആയത്തിലാ, ഏത് ഹദീസിലാ അല്ലാഹുവിന്റെ റസൂല് നൂറുകണക്കിന് സ്വഹാബത്തിന്റെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്വഹാബത്തിനെ ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് 3 പിടി മണ്ണ് വാരിയിട്ടിട്ടുണ്ട്. പക്ഷേ മണ്ണ് വാരിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്തിന്റെ കഷ്ടങ്ങൾ ഓതിയതായി ഇത് വാരിയിടുമ്പോൾ പറയുന്ന പുരോഹിതന്മാർക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രമാണമില്ല. ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വഹീഹായ ഹദീസിലോ മഹാന്മാരാകുന്ന സച്ചരിതരായ വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിലോ അതില്ല എന്നത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതാണ്. അതേ പ്രകാരം അവിടെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ഈ കൗമ് നമുക്ക് ബിദ്അത്തായ കാര്യത്തിന് വലിയ സ്ഥാനം കൊടുക്കും. മിനാ ഖലഖിനെ അവിടെ പറയാ ബാങ്ക് കൊടുക്കണേക്കാൾ ഉച്ചത്തിലാണ്. എന്നാൽ സുന്നത്തായ ഒരു കാര്യമുണ്ട്. അതെന്താ? മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാ, അത് സുന്നത്താ. അത് പറയാലോ. അത് ഇഖാമത്ത് കൊടുക്കണ ഒച്ച ഉണ്ടാവില്ല. മറ്റേ ബാങ്ക് കൊടുക്കണ ഒച്ച, ബിദ്അത്തിന് ബാങ്കിനെക്കാളും വലിയ ഒച്ച, സുന്നത്തിന് ഇഖാമത്തിന്റെ ഒച്ച പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് സുന്നത്താണ് അത് പ്രവേശിപ്പിക്കുമ്പോൾ ഇത് ചൊല്ലൽ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അതേ പ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബർ ഉയർത്തുക എന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അത് തീർച്ചയായും ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖബറുഹു മിനൽ അർദി നഹ്വ മിൻ ശിബ്ർ, ഒരു ചാണിനേക്കാൾ ഒരു ഖബർ എത്ര വലിയ ഖോജയാണെങ്കിൽ, കാരണം ഏറ്റവും വലിയ ഖോജ ഔലിയാക്കന്മാരുടെ ഔലിയാക്കൾ, അമ്പിയാക്കന്മാരുടെ അമ്പിയാക്കൾ നേതാവായ അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ ഖബർ കണ്ട സ്വഹാബത്ത് പറയാ, എന്താ ആ ഖബറൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമ, അത് കൂമ്പാരമാക്കിയ നിലയിൽ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോ അള്ളാഹിന്റെ റസൂല പഠിപ്പിച്ചത് എന്ത്? അയ്യുജസ്സൽ ഖബർ, ഖബറിനെ കുമ്മായം പൂശുന്നത്, അതേ പ്രകാരം ഖബറും പുറത്ത് ഇരിക്കുന്നത്, ഖബറിന്റെ മുകളിൽ പിന്നെ എടുപ്പുണ്ടാക്കുന്നത്, ജാറം കെട്ടിപ്പൊക്കുന്നത്, അതേ പ്രകാരം ഔ യുക്തബ അലൈഹി, ഖബറിന്റെ മുകളിൽ മീസാനിൽ പാത്തുമ്മക്കുട്ടി, ആയിഷ ടീച്ചർ, മുഹമ്മദ് എന്നൊക്കെ എഴുതി വെക്കില്ലേ? അതേ പ്രകാരം ഔലിയാക്കന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ ജാറങ്ങളിൽ പേരെഴുതി വെക്കുന്ന എത്ര വലിയ നേതാക്കന്മാരാണ് പേരെഴുതി വെക്കാൻ എന്താ തെളിവുള്ളത്?
ഏതെങ്കിലും ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് പേരെഴുതി വെക്കാൻ പറഞ്ഞോ? ഇല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഈ കാര്യങ്ങളൊക്കെയും ആരാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചതാണ് എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ ഉള്ളത് എന്ന് കൃത്യമായി തീർച്ചയായും നാം മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തൽഖീൻ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. തൽഖീൻ വേണ്ടത് എവിടെയാ? അത് മരണാസന്നമായ ആളുകളുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് തൽഖീനാണ്, ചൊല്ലിക്കൊടുക്കണം. പക്ഷേ മരിച്ചടുത്ത് ഒരു തൽഖീൻ അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ആ പഠിപ്പിക്കാത്തതാണെങ്കിൽ അവിടെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതേതാണ്? തസ്ബീത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. തസ്ബീഹ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖറഅ മിൻ ദഫ്നിൽ മയ്യത്തി, മയ്യത്തിനെ മറമാടി കഴിഞ്ഞ് അവിടുന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് ചെയ്യും? ഉടനെ അവിടുന്ന് തിരിച്ചു പോരുകയില്ല. രോഗിയായ മനുഷ്യൻ മരിച്ചു, മരണവാർത്ത അറിഞ്ഞു, അവസാനമായി ഒരു നോക്ക് കാണുക. അങ്ങനെ ഒരു കാര്യമൊന്നും വലിയ കാര്യമായി ആരും കാണേണ്ടതില്ല. കാണുന്നത് കാണാം, പക്ഷേ കാണുക എന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് ആ മയ്യത്തിന്റെ ജനാസയിൽ പങ്കെടുക്കുകയും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും മയ്യത്ത് മറമാടുന്നതിൽ പങ്കെടുക്കുകയും തസ്ബീഹ് ചൊല്ലലൊക്കെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മയ്യത്ത് മറമാടിയതിന് ശേഷം ആ ഖബറിന്റെ അരികിൽ നിൽക്കുകയാണ്. ഫഖാല, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കൂ. ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീഹിനെ ചോദിക്കുക, അഥവാ സ്ഥിരതയുണ്ടാകാൻ ചോദ്യത്തിനൊക്കെ കൃത്യമായ മറുപടി പറയാ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലണേ എന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തസ്ബീഹ് പല രീതിയിലുമാകാം. ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം എന്ന് പറയുകയല്ലാതെ തസ്ബീഹിന് ഇന്ന വാചകമാണ് എന്ന് ഹദീസിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ ചൊല്ലി വരുന്ന തസ്ബീഹ് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്ന് പറയുന്ന ആ പ്രാർത്ഥന അത് തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. അത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒന്നാണ് ഈ വാചകം. തസ്ബീഹ് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും മുസ്ലിമീങ്ങൾ ഇത് ചൊല്ലി വരുന്നു, അത് ആകാവുന്നതാണ്. ഇനി ഒരാള് ഈ വാചകങ്ങൾ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ആമിനു മിൻ കുല്ലിൽ ഫസഅ അങ്ങോട്ടും ഇങ്ങോട്ടും വാചകം മാറ്റി, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകമാണെങ്കിലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരുത്താൻ പാടില്ല. റസൂൽ എന്നൊരു കാര്യം പഠിപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ വേണം. ഉദാഹരണത്തിന് ഒരൊറ്റ കാര്യം കൂടെ പഠിപ്പിച്ചതാണ്. നമ്മുടെ പള്ളികളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രീതിയിൽ ബാങ്ക് കൊടുക്കാറുണ്ട്, അല്ലേ? ബാങ്ക് കൊടുക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇഖാമത്തിന്റെ ഒച്ചയിൽ ഒരു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹു അക്ബർ പറയുന്നതിന്റെ തൊട്ട് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, എന്താണ് പറയുന്നതെന്ന് കേൾക്കില്ല, എന്നാ കേൾക്കും ചെയ്യണം എന്ന് കരുതിയിട്ട് ഒരു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന്റെ മുമ്പ് കൃത്യമായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് മുജാഹിദുകളെ എതിർക്കാനെങ്കിലും കൂട്ടരെ ഒന്ന് പഠിക്കാൻ, ആ കിതാബ് ഒന്ന് പരിശോധിക്കാം, ആ ഹദീസ് ഒന്ന് പരിശോധിക്കാൻ നമുക്ക് ശ്രമം നടത്തിയൂടെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം കട്ടായമായി പറയുന്നു, പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ സ്വലാത്ത് ചൊല്ലുന്നതിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നുമില്ല. അതെവിടെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതാ നിങ്ങൾ ബാങ്ക് കേട്ടാൽ നിങ്ങൾ മുഅദ്ദിൻ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങളും പറയണേ. ആ ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ സഹോദര, സുമ്മ സ്വല്ല അലൈഹി, പിന്നീട് എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എപ്പോ? ബാങ്കിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വലാത്ത് ചൊല്ലാനല്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ
ആരോ സ്വലാത്തൊന്നോതി എന്നാൽ പിന്നെ പകരം ഇലാഹിൽ നിന്ന് 10 പൊന്നെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പകരമായി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്തില്ല 10 നന്മകൾ നൽകും. പക്ഷേ ബാങ്കിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സ്വലാത്ത് പഠിപ്പിച്ചില്ല, ബാങ്കിന്റെ ശേഷം റസൂലുള്ള സ്വലാത്ത് പഠിപ്പിച്ചു. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും പഠിപ്പിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് ബാങ്കിന്റെ ശേഷം പഠിപ്പിച്ച ഈ സ്വലാത്തിനെ ബാങ്കിന്റെ മുമ്പോട്ട് നിങ്ങൾ മാറ്റിയപ്പോ അതിനെ ഇസ്ലാഹി പ്രസ്ഥാനം ചോദ്യം ചെയ്തു. അത് മാറ്റാനുള്ള അധികാരം നമുക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ ചൊല്ലണം, അതിനെ മാറ്റി തിരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് അത്തഹിയാത്തിന്റെ ശേഷമുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ പരിശോധിച്ചോളൂ. ഒരുപാട് റിവായത്തുകളിൽ ഇബ്രാഹിമിയ സ്വലാത്ത് കടന്നു വന്നിട്ടുണ്ട്. 1-2 റിപ്പോർട്ടല്ല, ഒരുപാട് റിപ്പോർട്ടുകൾ. പക്ഷേ ആ റിപ്പോർട്ടുകളിൽ ഒന്നും ഇവിടെ സമസ്തക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അവരുടെ മദ്രസകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ ഉള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്നുണ്ട്. ആ സയ്യിദിന എന്നത് ഈ മഹാനാകുന്ന റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹാബത്ത് സ്വലാത്ത് കേട്ടു. ആ സ്വലാത്ത് സ്വഹാബത്ത് റെക്കോർഡ് ചെയ്തു വെച്ചു. സ്വഹാബത്ത് രേഖപ്പെടുത്തി വെച്ച ഒരൊറ്റ സ്വലാത്തുൽ ഇബ്രാഹിമിയയിലും സ്വലാത്തുൽ ഈ സയ്യിദിന എന്നില്ല. റസൂലുള്ള ഞങ്ങളുടെ നേതാവാകാത്തത് കൊണ്ടല്ല ഞങ്ങൾ സയ്യിദിനെ എതിർത്തത്, മറിച്ച് റസൂലുള്ള സയ്യിദിനെ പഠിപ്പിക്കാത്തത് കൊണ്ട് ആ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തിൽ നമ്മുടെ വകയായി നമ്മുടെ നേതാവാണെന്ന് കരുതി അതിൽ സയ്യിദിനെ കൂട്ടാൻ നമുക്ക് അവകാശം ഇല്ല. റസൂലുള്ള പഠിപ്പിച്ചത് അതുപോലെ തന്നെ ചെയ്യണം. റസൂലുള്ള പഠിപ്പിക്കാത്തതാണെങ്കിലോ അത് നമുക്ക് വേദന ചെയ്യാവുന്നതാണ്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, തസ്ബീത്ത് ചൊല്ലാൻ റസൂലുള്ള പറഞ്ഞു. ആ തസ്ബീത്ത് അത് നമുക്ക് ഏത് രീതിയിലും ആകാവുന്നതാണ്. അതിന്റെ ഒരു രീതി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു. ഈ രീതിയിലും ആകുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓർക്കണം. അതോടുകൂടെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായി പറയണം എന്ന് കരുതിയിരുന്ന മറ്റൊരു വിഷയമാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയാറുള്ളത്, മുജാഹിദീങ്ങള് അവരൊരു പട്ടിനെ കുഴിച്ചു മൂടാൻ പോകുന്ന ആ ഒരു ലാഘവത്തോടു കൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്, മയ്യത്ത് കൊണ്ടുപോകാറുള്ളത്. ഒരു ദിക്റും കൂടി ചെല്ലുള്ള മുജാഹിദീങ്ങള് ഒരു ദിക്റിനും എതിരാ, അവര് സ്വലാത്തിനും എതിരാണ്. അവര് പ്രാർത്ഥനയില്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റും ഇല്ല, അവർക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിപ്പിക്കരുത്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാത്ത കാര്യങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വിമർശിക്കാം. പക്ഷേ മുജാഹിദുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ എതിർക്കുമ്പോൾ ചെയ്യുന്നതാണോ അല്ലേ, എന്തുകൊണ്ട് അവർ അതിനെ എതിർക്കുന്നു എന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കാനുള്ള നല്ല ഒരു മനസ്സ് നാം കാണിക്കേണ്ടതുണ്ട്. നാം മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുമെന്ന സമയത്ത് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാറില്ല. എന്തുകൊണ്ട് ചെല്ലുന്നില്ല? അവർ ചെല്ലാത്തത് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? സ്വഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും താബിഈങ്ങൾ ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ പതിവുള്ളതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ദിക്ർ ജാഥ നടത്തിയതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എഴുതി വെക്കുന്നത് ശബ്ദമുയർത്തുക എന്നത്. എപ്പോ ആ ജനാസയോടൊപ്പം ശബ്ദമുയർത്തുക എന്നത് എങ്ങനെങ്കിലും ശബ്ദമുയർത്തുകയല്ല. പണ്ഡിതന്മാര് പറയുന്നത് വലോബി ദിക്ർ, അത് ദിക്ർ കൊണ്ടാണെങ്കിലും ശരി, വൽ ഖുർആനി, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഹദീസുകളോ ദിക്റുകളോ സലാത്തുകളോ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നത് ആകട്ടെ ഒരിക്കലും അത് പാടില്ലാത്തതാണ്, അത് കറാഹത്താണ് എന്ന് വളരെ കൃത്യമായി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി എഴുതി വെച്ചു, ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും നല്ല നടപടിക്രമം മഹാന്മാരാകുന്ന സ്വഹാബത്ത് ചെയ്തത്, ശേഷമുള്ള താബിഈങ്ങൾ ചെയ്തത്
മൗനം അവലംബിക്കുക എന്നതാണ്. വർത്തമാനം പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി നാട്ടുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയല്ല വേണ്ടത് എന്ന് വളരെ കൃത്യമായി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഖബറിൽ എത്തിയതിനു ശേഷം പ്രിയപ്പെട്ടവരെ, പരലോകമുണ്ട്. ആ പരലോകം, ഈ വിഷയങ്ങൾ തുടർന്ന് അങ്ങനെ പോകും. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ വിഷയവുമായി സംബന്ധിച്ചുകൊണ്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലാറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് ദിവസത്തിന്റെ പല ഭാഗങ്ങളിലായി നാം ആവർത്തിച്ചുകൊണ്ട് കേൾക്കുന്ന വേടുകളാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൃത്യമായി പഠിക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ പലപ്പോഴും നമുക്ക് സാധ്യമായിട്ടില്ല. അത് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഷിർക്കുകളോ ബിദ്അത്തുകളോ വരുന്നുണ്ടോ എന്ന് നാം കൂലങ്കഷമായി ആലോചിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാചകം ഓർമ്മ. പ്രിയപ്പെട്ട പ്രവാചകൻ 15ഓളം അടയാളങ്ങൾ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ട 15ഓളം അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ അടയാളങ്ങൾ വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്തിനെ? സൽസലത്തിൽ നിങ്ങൾ ഭൂകമ്പങ്ങളെ പ്രതീക്ഷിക്കണം. അതുപോലെ ചുഴലിക്കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഭൂമി നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെയും പ്രശ്നങ്ങളെയും ഒരുപാട് കേൾവിയില്ലാത്ത രോഗങ്ങളെയും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, നൂല് പൊട്ടിയ മാലയിൽ നിന്ന് മുത്തുമണികൾ എപ്രകാരം മുതിർന്നു വീഴുമോ അതേ പ്രകാരം ഓരോ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും അടയാളങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഏകദേശം 15ഓളം അടയാളങ്ങളാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിൽ പൊതു ഖജനാവ് കൊള്ളയടിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. സകാത്ത് കടമാക്കുന്ന ആളുകൾ, ഏതെങ്കിലും റമദാൻ 27-ാം രാവിന് തന്റെ വീട്ടിലേക്ക് വരുന്ന പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നാണയത്തുട്ടുകളാണ് സകാത്ത് എന്ന് മനസ്സിലാക്കിയ പണക്കാർ ലോകത്ത് വർദ്ധിച്ചു വന്നാൽ, അതുപോലെ പൊതുസ്വത്ത് കൊള്ളയടിക്കുന്ന ആളുകൾ ലോകത്ത് വർദ്ധിച്ചു വന്നാൽ, അമാനത്ത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അധികാരം, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ജോലികൾ, ഖതീബ് സ്ഥാനം, അതുപോലെ മുഅദ്ദിൻ സ്ഥാനങ്ങൾ, അധ്യാപക സ്ഥാനങ്ങൾ, മറ്റുള്ള ജോലികൾ, അവര് പല ആളുകൾ ഇത് നല്ല നിലക്ക് കൊണ്ടെടുക്ക ഇവർ അവകാശികളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് വിചാരിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ, അതിൽ വഞ്ചന കാണിക്കുന്ന ആളുകൾ. അതേ പ്രകാരം അല്ലാഹുവിന്റെ റസൂല് നാലാമതായി പറഞ്ഞത് അന്ന് മതം പഠിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. പണ്ഡിതന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവര് ഖുർആൻ പഠിച്ചത്, അവര് ഹദീസ് പഠിച്ചത്, അവര് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പഠിച്ചത് ഒരിക്കലും സമുദായത്തിനെ നന്നാക്കാനല്ല, അവർക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം പഠിപ്പിച്ചു കൊടുക്കാനല്ല, അള്ളാഹുവിന്റെ തൗഹീദ് അവരെ പഠിപ്പിച്ചു കൊടുക്കാനല്ല, മറിച്ച് മതത്തിന്റെ വിഷയത്തിലല്ലാതെ ഭൗതികപരമായ കാര്യലാഭത്തിന് വേണ്ടി അവർക്ക് വലിയ കാറ് വാങ്ങണം, അവർക്ക് വലിയ വലിയ ലോഡ്ജുകളിൽ താമസിക്കണം, അവർക്ക് വലിയ വലിയ ആളുകളായി വലസണം. അങ്ങനെ ദുന്യാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി മതം പഠിക്കുന്ന പണ്ഡിതന്മാര് വന്നാൽ നിങ്ങൾ ഭൂകമ്പം പ്രതീക്ഷിച്ചോ, നിങ്ങൾ ചുഴലിക്കാറ്റിനെ പ്രതീക്ഷിച്ചോ, നിങ്ങൾ സുരാബ് പ്രതീക്ഷിച്ചോ? വീണ്ടും റസൂലുള്ള പറയുകയാ, ആ കാലഘട്ടത്തിലെ യുവാക്കൾ അവന്റെ കെട്ടിയ പെണ്ണിന് സ്ഥാനം കൊടുത്ത് അവന്റെ ഉമ്മയെ ധിക്കരിക്കുന്ന, ഉമ്മയെ വെറുപ്പിക്കുന്ന ചെറുപ്പക്കാര് വർദ്ധിച്ചു വന്നാൽ അവന്റെ പ്രിയപ്പെട്ട പിതാവിനെ അകറ്റുകയും സ്വന്തം കൂട്ടുകാരനെ തന്നിലേക്ക് അടുപ്പിക്കുകയും കൂട്ടുകാരന് സ്ഥാനം കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ബാപ്പാക്കൊരു വിലയും നിലയും കൊടുക്കാത്ത ചെറുപ്പക്കാരികളും വർദ്ധിച്ചു വന്നാൽ അതേ പ്രകാരം അവന്റെ ഷെറ്
ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ തിന്മയെ ഭയപ്പെട്ടുകൊണ്ട് ആളുകളെ ബഹുമാനിക്കുന്ന, അവന്റെ പ്രായത്തെയോ അല്ലെങ്കിൽ വിജ്ഞാനത്തെയോ നോക്കിയല്ല അവനെ ബഹുമാനിക്കുന്നത്. മറിച്ച് അവനെ ബഹുമാനിക്കാതിരുന്നാൽ അവന്റെ നാശം എനിക്കുണ്ടാകും എന്ന് കരുതിയിട്ട് അവനെ ബഹുമാനിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കണേ. വീണ്ടും റസൂലുള്ള പറയാവഹത്തിൽ കൈനാത്തു വൽ മറാസിഫു, വാദ്യോപകരണങ്ങൾ വർദ്ധിച്ചാൽ, സംഗീതം ഉപകരണങ്ങൾ വർദ്ധിച്ചാൽ, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ വർദ്ധിച്ചാൽ നിങ്ങൾ ഭൂകമ്പം പ്രതീക്ഷിക്കണം. പാട്ടുപാടുന്ന പെണ്ണുങ്ങളല്ല, വാദ്യ ഉപകരണങ്ങളോട് കൂടെ സ്റ്റുഡിയോകളിൽ പോയി പാട്ട് പാടുന്ന വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഉസ്താദന്മാര് പോലും വന്ന കാലഘട്ടം പ്രതീക്ഷിക്കണ്ടേ നമ്മൾ അന്ത്യനാളിനെ? ഇനി എവിടേക്കാ പ്രിയപ്പെട്ടവരെ നമ്മളെ കാത്തിരിക്കുന്നത്? നന്നാകാൻ ഇനി എവിടേക്കാ കാത്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സംഗീത ഉപകരണങ്ങളും പാട്ടുപാടുന്ന പെണ്ണുങ്ങളും വർദ്ധിക്കുക. അവിടെ നിന്നും കുറച്ചും കൂടെ വിട്ടു 50,000 70,000 ഖുർആനും ഹദീസും പഠിക്കാൻ ദിവസത്തിന് വേതനം വാങ്ങുന്ന, ഒരു ദിവസത്തിന് 50,000 വാങ്ങിയ ഉസ്താദുമാരെ നല്ല മ്യൂസിക്, നല്ല സംഗീതം ഇട്ടുകൊണ്ട് പോയിട്ട് പാട്ട് പാടിയ പാട്ടുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി അല്ലേ? കേൾക്കാൻ തുടങ്ങിയ വലിയ വലിയ ബാക്കൈമാർ, തെക്കൻ ഭാഗത്തൊക്കെ ഉള്ള വലിയ ബാക്കൈമാരുടെ സംഗീത ഉപകരണങ്ങളെ കൊണ്ടുള്ള ഗാനങ്ങൾ പോലും കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയുക, അന്ത്യനാൾ വരാനുണ്ട്. ആ അന്ത്യനാളിന്റെ സമയം നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. ആ ദിവസമുണ്ട്, അതിന്റെ ശേഷം പുനർജീവിതമുണ്ട്. ആ പുനർജീവിതത്തിന് ശേഷം സൂര്യൻ തലക്ക് മീതെ കത്തിച്ചൊലിച്ചു നിന്ന് നാളെ കട്ടിച്ചമ്പിലാൽ നിർമ്മിതമായ തറ പടുത്തുകൊണ്ട് അവിടെ ഏകാന്തനായി ഏകാന്തതയായി ഒരാളുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാതെ നഫ്സി 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 നഫ്സിയാ, സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ആലോചിച്ച് ഒരാളെ കുറിച്ചും ആലോചിക്കാതെ ആ മഹ്ശറിൽ നിൽക്കുന്ന ഒരു ഭയാനകരമായ ദിവസം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. ആ മഹ്ശറാമുറ്റത്ത് നിൽക്കുമ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായിരിക്കുന്ന ശഫാഅത്തുൽ ഉദമ. നമ്മൾ ആരും ശഫാഅത്തിനെ നിഷേധിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂലിന് ശഫാഅത്തുൽ ഉദമയുണ്ട്. ആ പ്രിയപ്പെട്ട പ്രവാചകൻ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും. അതെ, അതുമൂലം ഹിസാബ് ഉണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആ ശഫാഅത്തിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ ആരോട് ദുആ ചെയ്യണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷേ ഇവിടുത്തെ ചില ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ പാടുന്നത് അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഹലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ആ ലോകത്ത് അല്ലാഹുവേ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ എന്നല്ല, നബിയെ അങ്ങയുടെ ശഫാഅത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. ആ ശഫാഅത്തുൽ ഉദമയിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. ആ പ്രിയപ്പെട്ട പ്രവാചകനോട് ഒത്തു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫി സഈർ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി പോകുന്ന ആ ഭാഗ്യവാന്മാരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അവിടെ ഹൗദുൽ കൗസർ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള പ്രവാചകന്മാർക്കൊക്കെ അവിടെ പ്രത്യേകമായ ഹൗദുകളുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹൗദിന്റെ പേര് കൗസർ എന്നാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, അത് പാലിനേക്കാൾ വെളുത്തതാണ്, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ പാത്രങ്ങളുണ്ട് അതിൽ നിന്ന് ഓരോരുത്തർക്കും ഞാൻ മുക്കിക്കൊടുക്കും. അവിടെയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവിടെ ഹൗദിന്റെ അരികിൽ വെച്ചുകൊണ്ട് എന്റെ സമുദായത്തിന് ഞാൻ ഹൗദുൽ കൗസറിൽ നിന്ന് മുക്കിക്കൊടുക്കുമ്പോൾ അതാ ഒരു വിഭാഗം എന്റെ അരികിലേക്ക് വരികയാണ്. ഞാൻ